നമ്മൾ ഈ ഒരു എപ്പിസോഡ്സിൽ പഠിക്കാൻ പോകുന്നതിൽ കുറേ അധികം ചാർട്ട് പാർട്സ് ഉണ്ട്. എന്നാൽ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന 2-3 ഞാനിവിടെ എടുത്ത് പറയുന്നത്. നിങ്ങൾ എത്ര സീരീസ് കണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, അതായത് ആ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചർ നേരെ തലതിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ? ഇത് നമ്മളുടെ ഹെഡാണ്. ഇതെന്തായിരിക്കാം? ഇത് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡർ ആണ്. ഇതെന്തായിരിക്കാം? നമ്മളുടെ റൈറ്റ് ഷോൾഡർ ആണ്. എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ജസ്റ്റ് ബ്ലൈൻഡ്ലി ചാർട്ട് പാറ്റേൺസ് കണ്ടോണ്ട് നേരെ പോയി ട്രേഡ് എടുക്കരുത്. ഒരു 2-3 കൺഫർമേഷൻസ് വേണം. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നിങ്ങൾ ചെയ്യണം. ചാർട്ട്സിനെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻട്രി പോയിന്റ്, സ്റ്റോപ്പ് ലോസ് ആൻഡ് പ്രോപ്പറായിട്ട് റിസ്കിനെ മാനേജ് ചെയ്യാനും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. Hey all, this is Meron here, your coach, your mentor, your trainer in trading, stock market trading and investing totally free of cost. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ചാർട്ട് പാറ്റേൺസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇതുപോലെ തന്നെ ഈ ചാർട്ട് പാറ്റേൺസിനകത്ത് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡറും ഡബിൾ ടോപ്പും പഠിച്ചു. അതായത് ബെയറിഷ് റിവേഴ്സൽ, ബെയറിഷിലേക്ക് റിവേഴ്സ് ആകുന്ന 2 ചാർട്ട് പാറ്റേൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡ്സിൽ പഠിക്കാൻ പോകുന്നതിൽ കുറേ അധികം ചാർട്ട് പാർട്സ് ഉണ്ട്. എന്നാൽ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന 2-3 ഞാനിവിടെ എടുത്ത് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബുള്ളിഷിലേക്ക് റിവേഴ്സ് ആകുന്ന ചാർട്ട് പാറ്റേൺസ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡറും ഡബിൾ ടോപ്പിന്റെയും നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഡബിൾ ബോട്ടം ഇല്ലെങ്കിൽ W ഷേപ്പ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആണിത്. നേരെ ഇപ്പോൾ ഒരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് നേരെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. മാർക്കറ്റ് നേരെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു, ഒരു ബോട്ടം എടുത്തു, പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് ഒന്ന് പോകാൻ നോക്കി, തിരിച്ച് താഴത്തേക്ക് വന്നു, പിന്നെ മാർക്കറ്റ് ദേ ഇവിടെ എത്തി. ഈ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്താണ്? നമ്മളുടെ 2 ബോട്ടം ഫോമായി 2 പ്രാവശ്യം ഒരേ സെയിം ലൈനിൽ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു ഇല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡബിൾ ബോട്ടം എന്ന് പറയുന്നത്. ഡബിൾ ബോട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ W ഷേപ്പ്. കണ്ടോ, ഒരു W പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ അവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാം. എവിടെ തൊട്ട് എവിടം വരെയാ ടാർഗറ്റ്? ഈ ഒരു ഹെഡിൽ നിന്ന്, ഈ ഒരു ലോയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് നെക്ക് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുകയും അത് നമ്മൾ നേരെ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നോക്കുക. എന്നിട്ട് ആ ഒരു ഹൈ ഇല്ലെങ്കിൽ ആ ഒരു ലെവൽ വരെ പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡബിൾ ബോട്ടം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മാർക്കറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു, ഒരു ബോട്ടം ഫോം ആക്കി, മാർക്കറ്റ് പിന്നെയും മുകളിലേക്ക് പോകാൻ നോക്കി, പിന്നെയും താഴത്തേക്ക് വന്നു. എന്നിട്ട് എന്താ? ഈ ഒരു ബോട്ടത്തിൽ നിന്ന് നെക്ക് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കി. സിമ്പിൾ. ഇത്രയും മാത്രമാണുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമന്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഓടിപ്പോകുക, ജോയിൻ ചെയ്യുക, അവിടുന്ന് ലഭിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തത് ഇത് കണ്ടോ, നല്ലൊരു ഡൗൺ ട്രെൻഡ്. മാർക്കറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു, ഒരു ബോട്ടം ഫോം ആക്കി, മാർക്കറ്റ് മുകളിലേക്ക് പോന്നു, ഒരു ഗ്യാപ് ഡൗൺ തന്നിട്ട് പിന്നെയും മാർക്കറ്റ് താഴത്തേക്ക് വന്നു. എന്നിട്ടോ ഈ ഒരു ഹൈയിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. അതായത് ഈ ഒരു നെക്ക് ലൈനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ നമുക്ക് ടാർഗറ്റും കൺസിഡർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെയും വേറെ ഒരു എക്സാമ്പിൾ ആണ്. കണ്ടോ, നമ്മൾ ആ ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഇല്ലേ? ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഇത് ചാർട്ട്സിൽ വരുമ്പം ആ സ്ട്രക്ചർ പോലെ തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കില്ല. ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നത് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എത്ര സീരീസ് കണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുകയില്ല. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2-3 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഈ ഡയഗ്രാം അല്ല, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ എന്താണ്? നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു പാറ്റേൺ ഫോം ആകുന്നതാണ് നമ്മൾ പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ളത് ഇല്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ, നോർമൽ ഹെഡ് ആൻഡ് ഷോൾഡർ ആണിത് ഇല്ലേ? എന്നാൽ ഇത് തലതിരിഞ്ഞിരുന്നു കഴിഞ്ഞാലോ, മാർക്കറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു, ഒരു ലോ ഫോം ആക്കി, സെയിം ലെവൽ,
സി ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. അതായത് ആ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചർ നേരെ തലതിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതെന്താ? ഇത് നമ്മളുടെ ഹെഡാണ്. ഇതെന്തായിരിക്കാം? ഇത് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡർ ആണ്. ഇതെന്തായിരിക്കാം? നമ്മളുടെ റൈറ്റ് ഷോൾഡർ ആണ്. റൈറ്റ് ഹെഡ്, ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് റൈറ്റ് ഷോൾഡർ. ഇതെന്താണ്? ഈ യെല്ലോ ലൈൻ എന്താണ്? നെക്ക് ലൈൻ. നെക്ക് ലൈൻ ആണ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഔട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ടാർഗറ്റ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു. എന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കി. ഇവിടം വരെ പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. അവിടം വരെ പോകാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോമായി, റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇല്ലെങ്കിൽ നെക്ക് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇത് നേരെ ടാർഗറ്റ് വരെ പോയിട്ടുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ ആണ്. കണ്ടോ, വളരെ ചെറുതായിട്ടുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഇവിടുന്ന് നേരെ തിരിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടോ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയും നേരെ പോയി. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം. ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ വേറെ മേജർ റെസിസ്റ്റൻസ് ലെവൽസ് കാണും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാർക്കറ്റ് ന്യൂസോ കാര്യങ്ങളൊക്കെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകാൻ പ്രോബിലിറ്റി ഉണ്ട്. എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ജസ്റ്റ് ബ്ലൈൻഡ്ലി ചാർട്ട് പാറ്റേൺസ് കണ്ടോണ്ട് നേരെ പോയി ട്രേഡ് എടുക്കരുത്. ഒരു 2-3 കൺഫർമേഷൻസ് വേണം. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നിങ്ങൾ ചെയ്യണം. ചാർട്ട്സിനെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻട്രി പോയിന്റ്, സ്റ്റോപ്പ് ലോസ് പ്രോപ്പർ ആയിട്ട് റിസ്കിനെ മാനേജ് ചെയ്യാനും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ്? വേറെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ എക്സാമ്പിൾ ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും ഇഷ്ടം പോലെ. അതായത് നിങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഹെഡ് ആൻഡ് ഷോൾഡർ ഐഡന്റിഫൈ ചെയ്യും, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഐഡന്റിഫൈ ചെയ്യും, ഡബിൾ ടോപ്പ് ഐഡന്റിഫൈ ചെയ്യും, ഡബിൾ ബോട്ടം ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഏതൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഏതൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തവർ കംപ്ലീറ്റഡ് ഇല്ലെങ്കിൽ ലേൺഡ് എന്ന് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അവിടെ വരിക, നിങ്ങൾ ചോദിക്കുക, ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വരാവുന്നതാണ്. നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേണിനെ കൂടി പഠിക്കാവുന്നതാണ്. അതായത് ഒരു സെർട്ടൻ ലെവലിലേക്ക് പോകുന്നില്ലേ, അപ് ട്രെൻഡിൽ പോകുന്നത് അപ് ട്രെൻഡിൽ തന്നെ പോകുന്നു. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ. ടിൽ ദെൻ ബൈ.